ഇന്ന് രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയത് രാജ്യ തലസ്ഥാനത്തേക്കാണ്. നമുക്ക് ഒരിക്കലും മറക്കാനാകാത്ത രാജ്യത്തിന്റെ ചരിത്രത്തിൽ അത് ചുവന്ന അടയാളപ്പെടുത്തലായി മാറിയിട്ടുള്ള മുംബൈ ഭീകരാക്രമണ കേസ്. പ്രതി തഹാവൂർ റാണയെ ഇന്ന് വലിയ സുരക്ഷയോടുകൂടി ഡൽഹിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള വാർത്തയും അതാണ്. ആ വാർത്തയോടുകൂടി ന്യൂസ് ആംഗിൾ തുടങ്ങുന്നു. റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി NIA വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ്. നമുക്ക് ആ വാർത്തയുമായി സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് ആദ്യം പോകാം. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബസന്ത്, നീണ്ട വർഷങ്ങളുടെ ആവശ്യത്തിനൊടുവിൽ നടപടി നീക്കുപോക്കങ്ങൾക്കൊടുവിലാണ് ഇന്നിപ്പോൾ റാണയെ ഡൽഹിയിലേക്ക് എത്തിക്കാൻ രാജ്യത്തിന് സാധിച്ചിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയതായി അറിയിക്കുന്നു. ഇനി എന്താണ് അടുത്ത നീക്കങ്ങൾ? ഇന്ന് ഒരു പകൽ മുഴുക്കെയുള്ള ആകാംക്ഷയ്ക്ക് ശേഷമാണ് ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഇപ്പോൾ തഹാവൂർ റാണയെ ഡൽഹിയിൽ എത്തിച്ചിരിക്കുന്നത്. പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിൽ പാലം വിമാനത്താവളത്തിൽ, അതായത് വ്യോമസേനയുടെ താവളത്തിലാണ് എത്തിയിരിക്കുന്നത്. അവിടെ വെച്ചാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയതായിട്ടുള്ള ഔദ്യോഗിക വിവരം NIA നൽകിയിരിക്കുന്നത്. ഇനി NIA ആസ്ഥാനത്തേക്ക് തഹാവൂർ റാണയെ എത്തിക്കും. അവിടെ NIA ഡയറക്ടർ ജനറൽ അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരിക്കും നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. വൈദ്യപരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കോടതിയിൽ ഹാജരാക്കുന്ന പ്രക്രിയ അടക്കമുള്ളവയുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കേണ്ട സാഹചര്യമുണ്ട്. അത് മിക്കവാറും വീഡിയോ കോൺഫറൻസിംഗ് വഴിയായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇനി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള മുംബൈ ഭീകരാക്രമണ കേസിൽ എന്തൊക്കെയാണ് ഇനി നടന്നിട്ടുള്ളത്, ഭീകരാക്രമണത്തിന് ശേഷവും മുൻപും നടന്നിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ NIA സംബന്ധിച്ചിടത്തോളം റാണയിൽ നിന്ന് ചോദിച്ച് അറിയാനുണ്ട്. നമുക്ക് ഈ നിമിഷം ആരാണ് തഹാവൂർ ഹുസൈൻ റാണ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ദിവസങ്ങളിലാകെയും ഗൂഗിളിൽ തിരയുന്നതും അത് തന്നെയായിരിക്കാം. നമുക്കത് ഓരോന്നും കൃത്യമായി തന്നെ പരിശോധിക്കാം. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയാണ് റാണ. റാണയുടെ മറ്റു വിവരങ്ങളിലേക്ക് പോകുമ്പോൾ, റാണ പാകിസ്ഥാൻ വംശജനാണ്. പാകിസ്ഥാൻ വംശജനായിട്ടുള്ള വ്യവസായിയാണ്. എങ്ങനെ ഈ കേസിൽ ഉൾപ്പെട്ടു എന്നുള്ളത് നമുക്ക് നോക്കാം. റാണ 1997 ആകുമ്പോഴേക്കും കാനഡയിലേക്ക് എത്തുകയാണ്. 2000-ലോടെ അദ്ദേഹം കാനഡയിൽ പൗരത്വം സ്വീകരിക്കുന്നു. പാകിസ്ഥാൻ ആർമിയിൽ ഡോക്ടറായിരുന്നു റാണ. സ്വയം തന്നെ അദ്ദേഹം ഞാനൊരു വലിയ വ്യവസായിയാണ് എന്ന തരത്തിലുള്ള സ്വയം വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇനി നമുക്ക് ഈ കേസുമായിട്ടുള്ള റാണയുടെ മറ്റു ബന്ധങ്ങളിലേക്കൊക്കെ പോകാം. പാകിസ്ഥാൻ വംശജരായിട്ടുള്ള വ്യവസായിയായിരുന്നു റാണ. ഒപ്പം ഹെഡ്ലിയുടെ അനുയായി ആയതുകൊണ്ട് തന്നെയാണ് റാണ ഈ കേസിൽ റാണയെ സംബന്ധിച്ചിടത്തോളം റാണയിലേക്ക് പോലീസ് NIA എത്തുകയും ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും വലിയ സൂത്രധാരനാണ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി. ഹെഡ്ലിക്ക് ഇതിൽ ഗൂഢാലോചന നടത്തുന്നതിനും ഒപ്പം തന്നെ ഹെഡ്ലിക്ക് ഇന്ത്യയിലേക്ക് എത്താൻ വിസ തയ്യാറാക്കി കൊടുത്തു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തത് റാണയാണെന്നുള്ളതാണ് NIA കണ്ടെത്തൽ. ഒപ്പം തന്നെ റാണയുടെ മറ്റു പല ഭീകര സംഘടനകളുമായിട്ട് റാണയ്ക്ക് ബന്ധമുണ്ട്. ലഷ്കർ-e-തോയ്ബ, ISI തുടങ്ങിയിട്ടുള്ള ഭീകര സംഘടനകളുമായിട്ട് ബന്ധമുണ്ട്. മുംബൈയിൽ ഇമിഗ്രേഷൻ ലോ സെന്റർ സ്ഥാപിച്ചതിലൂടെയാണ് ഇന്ത്യയിൽ റാണ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നത്. 8 തവണയാണ് ഇന്ത്യയിലേക്ക് റാണ എത്തിയിട്ടുള്ളത്. 200ഓളം തവണ ഹെഡ്ലിയുമായിട്ട് ഫോണിൽ സംസാരിക്കുകയും ഒപ്പം തന്നെ ഇമെയിൽ സന്ദേശം ഉൾപ്പെടെ അയച്ചതിനുള്ള തെളിവുകളും NIAക്ക് ലഭിച്ചിരുന്നു. റാണ അമേരിക്കയിൽ വെച്ച് എങ്ങനെയാണ് റാണ അമേരിക്കയിൽ വെച്ച് പിടിക്കപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കേണ്ടത്. ഷിക്കാഗോയിൽ വെച്ചാണ് റാണ ആദ്യം പിടിക്കപ്പെടുന്നത്. പിന്നീട് ലോസ് ഏഞ്ചൽസിലെ തടവിൽ കഴിയുന്ന റാണയെയാണ് നമ്മൾ കാണുന്നത്. 2023 ആണ് ഈ ഇന്ത്യയും US-ഉമായിട്ടൊരു കരാറിലേക്ക് എത്തുന്നു. ഇന്ത്യ നിരന്തരം ആവശ്യപ്പെടുകയായിരുന്നു റാണയെ തിരികെ കിട്ടണം, അല്ലെങ്കിൽ റാണയെ ഇന്ത്യക്ക് തിരികെ കിട്ടണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. അങ്ങനെ 2023 മെയ് മാസത്തിലാണ് 18-ാം തീയതി കൈമാറ്റം ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് US എത്തുന്നത്. പക്ഷേ അപ്പോഴും റാണ നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തുകയാണ്. ഇന്ത്യയിൽ എത്തിച്ചാൽ താനൊരു പാകിസ്ഥാൻ വംശജനായാൽ തന്നെ താൻ കൊല്ലപ്പെടും, താൻ പീഡിപ്പിക്കപ്പെടും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് US-ലെ കോടതികളെ സമീപിക്കുകയാണ് റാണ ചെയ്യുന്നത്. പക്ഷേ പിന്നീട് US കോടതി ആ അപേക്ഷകളൊക്കെ തള്ളുന്നു. ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദിയും ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ആ കൂടിക്കാഴ്ചയ്ക്കൊടുവിലാണ് റാണയെ വിട്ടു നൽകാൻ അമേരിക്ക ഒരു തീരുമാനമെടുക്കുന്നത്. അങ്ങനെയാണ് നേരത്തെ ബസന്ത് സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ആകാംക്ഷയോടെ നോക്കിക്കണ്ട ഓരോ മണിക്കൂറുകളും യാഥാർത്ഥ്യമാവുകയും ചെയ്യുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയമായി തന്നെ മാറുകയാണിത്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം.